വസ്ത്രത കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ പരാമർശിച്ച ഒരു പരാമർശം എന്താ അറിയോ? സ്ത്രീകളോട് പ്രത്യേകമായി പറഞ്ഞു. സ്ത്രീകളോട് പറഞ്ഞത് മാറിടത്തിലേക്ക് നിങ്ങളുടെ മൂടുപടം താഴ്ത്തിയിടണം, മാറിടത്തിലേക്ക് നിങ്ങളുടെ മൂടുപടം താഴ്ത്തിയിടണം എന്ന് കൃത്യമായിട്ട് പറയാൻ. മുഖം മറക്കണം എന്ന് ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുകയാണ്. ഏതൊക്കെ സന്ദർഭങ്ങളിൽ, എപ്പോഴൊക്കെ, നിർബന്ധമുണ്ടോ ഇല്ലേ, എന്താണ് അതിന്റെ വിധി? ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ മാത്രമല്ല, ഇസ്ലാമിന്റെ പേരിൽ ചില ഡോക്ടർമാരും ഖദീജ മുംതസിനെ പോലെ, ഫസൽ ഗഫൂറിനെ പോലെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ കാത്തിരിക്കുന്നു. ശത്രുക്കളെ സന്തോഷിപ്പിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഇസ്ലാമിനെ അടിക്കാൻ അവർക്ക് എന്നും കൊതിയാണ്. സത്യത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്റെ ബുദ്ധിയിൽ തോന്നുന്ന ചില ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. സൗദി അറേബ്യയിൽ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്ന, ഇസ്ലാമിക വേഷം ധരിക്കുന്ന പെണ്ണ് അറേബ്യയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ബലാത്സംഗത്തിനിരയാകുന്നതും ആക്രമിക്കപ്പെടുന്നതും ശരീരം പ്രദർശിപ്പിക്കുന്ന സ്ത്രീകളാണെന്ന് ഞാൻ പറഞ്ഞാൽ, അല്ല മൂപ്പിലാലെ എന്ന് പറയാം, നട്ടലുള്ള ആരെങ്കിലും ഈ സ്റ്റേജിൽ കയറി വരും? ഇല്ല എന്നാണ് എനിക്ക് പറയാം. നല്ല ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത്. മാംസം കാണിച്ചെടുക്കുന്ന പെണ്ണുങ്ങളെ പീഡിപ്പിക്കപ്പെട്ട പോലെ ഇസ്ലാമിക വസ്ത്രം ധരിച്ച പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നില്ല. ഇസ്ലാം മനുഷ്യരോട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഒന്ന്, യാ അയ്യുഹൻ നബിയ്യു, നബിയേ, കുല്ലി അസ്വാജിക്, താങ്കളുടെ ഭാര്യമാരോട്, പത്നിമാരോട്, പുത്രിമാരോട്, സത്യവിശ്വാസിനികളുടെയും സ്ത്രീകളോടും മൂടുപടങ്ങൾ അവരുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. മൂടുപടങ്ങൾ അവരുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടുത്തപ്പെടാതിരിക്കാനും അതാണ് അവർക്ക് അനുയോജ്യമായത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സ്ത്രീകൾ തിരിച്ചറിയാനും ശല്യപ്പെടുത്തപ്പെടാതിരിക്കാനും. ഇപ്പൊ ഒരു മാന്യമായ വസ്ത്രം ധരിച്ചൊരു പെണ്ണ് നടന്നു പോകുമ്പോൾ അവളെ കുറിച്ച് മനുഷ്യന്മാരെ മനസ്സിൽ എന്താണ്ടാരോ, എടേ നമുക്ക് അങ്ങനെ ചെന്ന് മുട്ടാൻ പറ്റിയൊരു പെണ്ണല്ലോ. നേരെ മറിച്ച് ഒരു ടൈറ്റ് ജീൻസും ഒരു ബനിയൻ ക്ലോത്ത് ഡ്രസ്സും ഒക്കെ ഇട്ട് കാണിക്കേണ്ടൊക്കെ കാണിച്ച് തുള്ളിയും തെറിപ്പിച്ചു നടക്കുന്ന ഒരു പെണ്ണാണെങ്കിലോ ഒന്ന് മുട്ടിയോക്കടാ. സത്യല്ലേ? എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. സത്യല്ലേ? ഒന്ന് മുട്ടിയോക്കടാ, ആള് വളയാൻ സാധ്യതയുണ്ട്. അല്പം എന്നാ പിടിച്ചോ എന്നുള്ള ടൈപ്പാണ് നടക്കണത്. ഒന്നടിച്ച് ഒന്ന് നോക്കുക. സത്യല്ലേ? ലേ കൂട്ടാ? അതെ, മനസ്സിലായി നിങ്ങൾക്ക്? നേരെ മറിച്ച് മാന്യമായി വസ്ത്രം ധരിച്ച അവളൊരു മാന്യതയാണ്. നമ്മളോളോട് മിണ്ടണ്ട എന്ന് പറയും. മാന്യമായി വസ്ത്രം ധരിച്ച ഒരു പെണ്ണും ഈ നന്ദിയിലും കൊയിലാണ്ടിയിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല.